ഹായ് ഓൾ. അപ്പോൾ ഫൈൻ ജേർണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴും നൂൺനോച്ച് വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് എന്തായാലും നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ബസ്സുകളുണ്ട്. ഈ ബസ്സിലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണിക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ കുറേ ദിനോസർ കുട്ടികളെ സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇവിടെ എല്ലാ ദിനോസറുകളുടെ കൂടെ അതിന് തൊട്ടടുത്ത് അതിൻ്റെ നെയിം ബോർഡ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ പുതിയതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കണ്ടിങ്ങനെ നടക്കണം ഇവിടെ. എന്തായാലും സമയമുണ്ട്, കാരണം ഒരു ബസ് റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ മാറിയിട്ട് വരാമെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഈ ബോർഡ് ശ്രദ്ധിച്ചോ, ഈ ബോർഡ് വെച്ചിട്ടുള്ള ഫുള്ള് വെള്ളാരം കല്ലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഒരു ഡിസൈനിലാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂം ഇത് കാണിക്കുന്നുണ്ട്, എന്തായാലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫുള്ള് കല്ലുകൾ, വെള്ളാരം കല്ലുകൊണ്ട് മാത്രമാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല, ഇതേപോലെ കുറേ ബോർഡുകളുണ്ട് ഇവിടെ. നമ്മൾ ഭക്ഷണം കഴിച്ചത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പൊസിഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു ഇതെല്ലാ ഫേമസ് പ്ലേസുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട്, ഇതും നേരത്തെ നമ്മൾ കണ്ട ബോർഡ് പോലെ തന്നെ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ പറയുക, ആ ഒരു ഫീല് കിട്ടും നമുക്ക്. താജ്മഹലൊക്കെ കണ്ടോ, എന്താ ലുക്ക്.
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇലക്ട്രിക് ബസ്സിൽ കയറി. ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നിന്നു. ഒരു മൂന്നാമത്തെ വണ്ടിയിലായിട്ട് നമ്മൾ കയറി. പിന്നെ ഈ വണ്ടിയിലാണ് നമ്മൾ ഇത് ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനിലെത്തുമ്പോൾ നമ്മളവിടെ ഇറക്കി വിടും. നമ്മൾ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേറെ വണ്ടി ഒന്നും എടുക്കണ്ടോ, അതിൽ കയറി വരാം. അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഇലക്ട്രിക് വണ്ടിയിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ബോൺസായി ചെടികളുടെ ഒരു കളി തന്നെയാണ് എൻ്റെ ഉള്ളിൽ. പല ടൈപ്പിൽ, പല ഷേപ്പിൽ, പല ഡിസൈനിൽ. നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് വന്നിറങ്ങി. ഇവിടെ മെയിനായിട്ട് ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചട്ടികൾ, ഡിസൈൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ഗേറ്റൊക്കെ ഉണ്ടോ, ഫുള്ള് കുഞ്ഞു കുഞ്ഞ് ചട്ടികൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അത് വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ വലിയ കവാടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആദ്യം എത്തിയത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു കുളമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വലിയ മീനുണ്ട്. അപ്പോൾ ആ മീനിനെ തീറ്റയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു മീനുള്ളത് നമുക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം അവിടെ. അപ്പോൾ ആ മീനിങ്ങനെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ ഈ സാധനം വന്ന് അത് കടിച്ചു തിന്നു. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കലങ്ങിയ വെള്ളമാണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ അത്ര വലിയ മീൻ നമുക്ക് കുറച്ച് ശേഷം കാണാം. വരുന്നത് കണ്ടോ, ഒരു വെള്ളത്തിൻ്റെ ഷെയ്ഡ് കളർ വ്യത്യാസം കണ്ടോ. ബാബു മീനാണത്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, അത്രയും വലിപ്പത്തിലാണ് ആ മീനുണ്ടായത്. തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്, തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ടോ.
കുറച്ചേരം മീനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡിസൈൻസും കുറേ സാധനങ്ങളൊക്കെ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയതുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആനയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആന ഉണ്ടാവും. ഒരു വലിയ കൊട്ട പോലെ സാധനം ഉണ്ടാക്കിയെന്ന് നോക്കി. ഫുള്ള് കുഞ്ഞ് കുഞ്ഞ് പാത്രങ്ങൾ വെച്ചിട്ട് വലിയൊരു പാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉണ്ടോ അതെ നോക്കണ ആന. അത് ശരി, ഇവിടെ ആനയുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് ആനയുടെ സൗണ്ട് കേട്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കാട്ടാനുണ്ട് എന്ന്. ഇവിടെ ഈ തായ്ലൻഡിൻ്റെ ഓട്ടോറിക്ഷയുടെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ഈ ഓട്ടോറിക്ഷ. ഇവിടെ മറ്റേ കിളികളുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന കലാപരിപാടി ഉണ്ട്. പിന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇത് ഓരോന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ലോഡ് സ്ഥലമാണ്. നടന്നാലും തീരില്ല. നല്ല രസമായിട്ടുണ്ടല്ലേ. ഓരോ ചെടിച്ചട്ടികളാണ്, പക്ഷെ പല ആൾക്കാരെ വാഴയുടെ ഷേപ്പ് പോലെയൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ കിഴിയോളം ഫുള്ള് ഷോൾഡർ വെച്ച് നിൽക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട് പരിപാടി. ഇപ്പോൾ ചട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് കുറേ ചെടികളുടെയും പൂക്കളുടെയൊക്കെ സ്ഥലത്തേക്ക് എത്തി. ഇത് ഓർക്കിഡ് ടൈപ്പ് പെട്ട പൂവാന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലവറിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കുറേ പൂക്കളൊക്കെ കാണാനുണ്ട്. നമ്മളിതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അവനെവിടെയോ പോയിട്ടുണ്ട്. അവൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. കാരണം ഞങ്ങൾ ഒരു സിംഗിൾ സിമ്മിൽ ഒരു ഫോണിൽ സിം ഇട്ടിട്ട് 2 പേരും വൈഫ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നെറ്റ് കിട്ടും, അവൻ നെറ്റ് കിട്ടും. ഇപ്പം എൻ്റെ മൊബൈലിൽ നിന്ന് നെറ്റിൻ്റെ ഓപ്ഷനൊക്കെ പോയി. അപ്പോൾ 2 മൊബൈലിൻ്റെ കവറേജ് ഏരിയകൾ വിട്ടിട്ടുള്ള സ്ഥലത്തേക്ക് അവൻ നീങ്ങിണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അത്രയും സ്ഥലങ്ങളുണ്ട്. അവൻ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. എന്തായാലും നോക്കാം. നമ്മൾ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് ഇന്ന് നടക്കുകയാണ്. അവൻ കറങ്ങി തിരിഞ്ഞ് വരട്ടെ.
അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേപോലെ കുറേ ആൾക്കാരെ ഫേസിൻ്റെ ഷേപ്പുള്ള സ്ഥലത്തേക്ക് എത്തി. ഇത് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു കെട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടാണ്. കണ്ടോ, പല ടൈപ്പ് ഫേസുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല, വെറൈറ്റി സാധനങ്ങൾ. കൊമ്പൊക്കെയുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നിട്ടാ, ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കാണാൻ. കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നല്ല രസമായിട്ട് ചെണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ കുറേ ചെടി കൊണ്ടുവച്ച ആൾക്കാർ എന്ത് പറയും എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ അടക്കി വെച്ചിട്ടുള്ള സ്ഥലം കാണാനുണ്ട്. പോയി നോക്കാം. അടക്കി മൂന്നെണ്ണം വെച്ചിട്ടുള്ള വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. സൈഡിലൊക്കെ അങ്ങനെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ കാണാം. രസമായിട്ട് കാണാൻ. പിന്നെ വെച്ച് ബോൺസായി ചെടികളുണ്ട്. ഇത് നമ്മുടെ പാലാഴി കടയണ പരിപാടിയാണ് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ വെറൈറ്റി സാധനങ്ങൾ കുറേ ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദു കൾച്ചറിൽ സ്റ്റാച്യൂസ് കുറേ ഉണ്ട് ഇവിടെ. നമ്മളിത് ഇതൊക്കെ കണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുതിരകൾ, പല ടൈപ്പ് വീടുകൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ബോൺസായി ചെടികൾ ഇഷ്ടമുള്ളവർ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് പൂവില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയധികം വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ പറ്റും. എവിടെയൊക്കെ നോക്കിയാൽ എന്തൊരു രസമല്ല കാണാൻ. പല ടൈപ്പിലുള്ള പല കളറിലുള്ള ചെടികൾ അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര സ്റ്റൈലായിട്ടാണ്. ഈ കാണുന്ന മുഴുവൻ നമ്മുടെ കള്ളിമുള്ളി ചെടിയാട്ടാ. ഇത് പൂവുണ്ടായിട്ടുള്ള കള്ളിമുള്ളി ചെടികളാണ് മുഴുവൻ. ഇത്രയും പൂവുണ്ടായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ വല്ലപ്പോഴും ഒരു പൂവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരു പൂക്കളുടെ അയിര് കളിയാണ്.
അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ദിനോസർ പാർക്കിലെത്തി. ഇനി ഇവിടെ കുറേ ദിനോസറുകളാണ് ഉള്ളത്. ഇത് ഈ പാർക്കിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ്. ഇവിടെ കുറേ ദിനോസറിൻ്റെ വീണ്ടും കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ചെറുതൊന്നുമല്ല കേട്ടോ, നല്ല വലിയ വലിയ സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കാം. ഇവിടെ ഫുള്ള് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ ഡൈനോസറിൻ്റെ തൊട്ട് താഴെകൾ ഇവർ സ്പീക്കർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കേൾക്കാം. നടന്ന് നടന്ന് നമ്മൾ ലാസ്റ്റ് പോയിന്റ് എത്തി. ഇവിടെ മറ്റേ വലിയ ദിനോസറുകളാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണല്ലേ, അപ്പോൾ അവിടേക്ക് നടക്കാം നമുക്ക്. പോട്ടെ, ഇതുവരെ വന്നല്ലേ, ഈ പാർക്കിൻ്റെ ഈ അറ്റം കൂടി ഒന്ന് കാണാം. ഈ സാധനങ്ങളൊക്കെ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ വലിപ്പം ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ താഴത്തുനിന്ന് മേലേക്ക് നോക്കുമ്പോഴാണ് സൈസ് മനസ്സിലാവണം. മാതിരി വലിപ്പമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ നോക്കിയിരിക്കാം. നല്ല രസമായിട്ട് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള കറക്റ്റ് ആംഗിളുകളിലാണ് എല്ലാ സ്റ്റാച്യൂസും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ കണ്ട് നടക്കാം. അപ്പോൾ നമ്മൾ അറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ കടയുണ്ട്. അപ്പോൾ ഇവർ കരിമ്പ് ജ്യൂസ് നമുക്ക് തരുന്നത് ദിനോസറിൻ്റെ ഷേപ്പുള്ള കുപ്പിയിലാണ്. അപ്പോൾ അതും മേടിച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു, ആശ്വാസമായി തിരിച്ച് വണ്ടി കയറി നമ്മൾ. പിന്നെ വീണ്ടും നമ്മൾ വണ്ടി കയറി സ്പോട്ടേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ റൂട്ടിൽ കൂടെയാണ് നീങ്ങാൻ. അപ്പോൾ നമുക്ക് ആ റൂട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ആമിക്കിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വണ്ടി കയറിയ സ്ഥലത്തേക്ക് എത്താം. ഇവിടെ ഇപ്പോഴും ആൾക്കാർ അടുത്ത റൗണ്ട് പോകാനുള്ള ക്യൂ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഒരു ആന കണ്ടായിരുന്നു, കൊമ്പാണ്. ഈ വഴിക്കാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ ഷോ തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് ഓടിപ്പടഞ്ഞ് പോയപ്പോൾ ഇതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. തിരിച്ചു വന്നപ്പോഴാണ് നമ്മളിതൊക്കെ കാണാം, അത്ര രസം ഉണ്ടായിരുന്നു ഇല്ലേ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റോളിലെത്തി. ഇവിടെ വണ്ടികളാണ്, മോഡിഫൈ ചെയ്ത വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പിന്നിലുള്ള സ്ക്രീനുകളിൽ ഈ വണ്ടികൾ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല വീഡിയോസ് അവരിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ അവിടെ കാണാത്ത ടൈപ്പ് മോഡിഫൈ ചെയ്തിട്ടുള്ള കുറേ വണ്ടികൾ. ഒരു കുട്ടിക്കാർ കാണാൻ രസമുണ്ട്. പക്ഷെ മിസ്റ്റർ ബീനൊക്കെ കണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് വന്നുകൊണ്ട്
വണ്ടിയുടെ സസ്പെൻഷൻ കയറ്റിയിരുന്നുണ്ടോ? എൻ്റെ അമ്മോ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചിരുന്നെങ്കിൽ എന്ത് രസമായേനെ. നമുക്കിവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാനേ പറ്റൂ. ജസ്റ്റ് ആ സ്റ്റോളിൽ നിന്ന് പുറത്തിറങ്ങി വഴിക്കാൻ ഒരു പുറത്ത് ഇവിടെ കുറച്ച് വണ്ടികൾ കിട്ടുന്നു. ഇതിലെ നല്ല വെറൈറ്റി പറയുന്നത് ആർജത്തുള്ള ജീപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജിപ്സിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ജിപ്സി തന്നെയാണ്. ഇതുപോലെ സസ്പെൻഷൻ കയറ്റിയിട്ടുള്ള വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടത്. ഫ്രണ്ടിൻ്റെ പൊസിഷനൊക്കെ കാണുമ്പോൾ തോന്നുന്നു. ക്രെയിൻ അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഈ ഗാർഡനിലെ വിശേഷങ്ങൾ. അവസാനത്തെ ഒരു സ്റ്റോൾ വന്നിട്ട് വണ്ടികളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ അടുത്തൊരു പ്ലേസ് കാണാനുള്ള പോക്കിലാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും അടുത്ത സ്പേസും അവിടുത്തെ കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.